ഫഹദ് ഫാസിന്റെ ഇപ്പോൾ നോക്കാദത്തിൽ ചെയ്യുന്ന പോലെ ഒന്നും ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ റൂട്ടീൻ എങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ ബ്രഷ് ചെയ്യണം. അത് തന്നെ 2 മിനിറ്റ് ബ്രഷ് ചെയ്യാനാണ് ADA സ്പെസിഫൈ ചെയ്യുന്നത്. 2 minutes. നമ്മളൊരു ബ്രഷ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഹെഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 3 പല്ല് കവറാവും. അങ്ങനെ നമ്മൾ പല്ലിന്റെ എല്ലാ സർഫസും ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് 2 minutes തീരും. ഒരുപാട് അഗ്രസീവായിട്ട് ബ്രഷ് ചെയ്യാം. നമ്മൾ കുറെ സിനിമയിലും നമ്മളെ ലൈഫിൽ തന്നെ നമ്മളെ റിലേറ്റീവ്സും പേരൻസും എല്ലാവരും ചെയ്യുന്ന ഒരുപാട് സമയം ഒന്ന് ബ്രഷ് ചെയ്യും. അല്ലെങ്കിൽ നടന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഒരു 10 മിനിറ്റ് ബ്രഷ് ചെയ്യണവരുണ്ട്. മനസ്സിലായി? അങ്ങനെ പല രീതിയിൽ ബ്രഷ് ചെയ്യുന്നവരുണ്ട്. നമ്മൾ നല്ല പുതിയ കാർ വെച്ച് ഡെയിലി ഇട്ടിട്ട് ബോണറ്റിൽ ഉരച്ചു കഴിഞ്ഞാൽ അതിന്റെ പെയിന്റ് എത്ര നാൾ ആ പോളിഷ് നിൽക്കും, അതേപോലെ പല്ല് തേഞ്ഞു പോകും. ബ്രഷിംഗ് കൊണ്ട് വെറും 60% ക്ലീനിങ്ങാണ് നടക്കുക. ബാക്കി 40% ഫ്ലോസിങ്ങിലാണ് നടക്കുന്നത്. മൗത്ത് വാഷസ് യൂസ് ചെയ്യുന്നത് ഇപ്പോഴും കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്. ലോങ് ടേം മൗത്ത് വാഷസ് എന്ന് പറയുന്നത് ഡെയിലി മോസ്റ്റ് ഓഫ് ദ മൗത്ത് വാഷിലും ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഡെയിലി മൗത്ത് റിൻസ് ചെയ്യുമ്പോൾ അതിൽ ഈവൻ വായിലുള്ള നല്ല ബാക്ടീരിയാസിനെ കൊല്ലുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വായിലത്തെ മൈക്രോ ഓർഗാനിസംസിന്റെ എക്കോസിസ്റ്റത്തിനെ അത് തകരാറിലാക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ലോങ് ടേമിൽ നമുക്ക് ഒരു അസുഖങ്ങളും പല്ല് സംബന്ധമായിട്ട് വലിയ കുഴപ്പങ്ങളില്ലെങ്കിൽ ഡെയിലി മൗത്ത് വാഷസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബ്രഷിങ്ങിലും ഫ്ലോസിങ്ങിലും ലിമിറ്റ് ചെയ്യാം. വേറെസ് നമുക്ക് സ്ഥിരമായിട്ട് പല്ലുകൾ കേട് വരുന്നുണ്ട്, നിങ്ങളുടെ ഡെന്റിസ്റ്റ് പറഞ്ഞു നിങ്ങളൊരു DK പ്രോൺ ഇൻഡിവിജ്വൽ ആണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മോണപ്പഴുപ്പുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു മരുന്ന് പോലെ ഡോക്ടേഴ്സ് പറയുന്ന രീതിയിൽ മൗത്ത് വാഷസ് യൂസ് ചെയ്യാം.